ട്രംപിനെതിരായിക്കൊണ്ട് വലിയ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മോദിയുടെ ഫ്രണ്ടാണ് എന്ന് ട്രംപ് പറഞ്ഞത് മുതൽ ആ ഫ്രണ്ടിനെ ട്രംപ് ചതിച്ചിരിക്കുന്നു, ഭാരതീയരെ കയ്യും കാലും കെട്ടിയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്, അവിടെ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിട്ട് പോയിട്ടുള്ള മൈഗ്രേഷനിലേക്ക് പോയിട്ടുള്ള ഇത്തരം ആളുകളെ ഒരു മനുഷ്യാവകാശവും ഇല്ലാതെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ്? ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കുറ്റവാളികളെ, അന്താരാഷ്ട്ര കുറ്റവാളികളെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിന് അതാത് രാജ്യത്തിന് അതാത് പോളിസികളില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അതിനൊന്നും ഇന്ത്യയിലെ പ്രതിപക്ഷമൊന്നും കാര്യമായിട്ട് ഒരു മറുപടിയും പറയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ സാറിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പെടുത്തുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് ഇവിടെ എത്തിയ, ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ എത്തിയ ഒരു വ്യക്തി, അദ്ദേഹം ഇവിടെ നിന്ന് മതപരിവർത്തന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ കൃത്യമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, തിരിച്ചയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് വ്യക്തമായ ചില നമ്മുടെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ തരത്തിൽ ആരൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ രാജ്യത്തിൻ്റെയും ആഭ്യന്തര കാര്യമല്ലേ? ഇതൊരു വലിയ പ്രശ്നമല്ലേ ഈ ഇല്ലീഗൽ മൈഗ്രേഷൻ? തീർച്ചയായിട്ടും. ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്റെ രാജ്യത്തിനകത്തുള്ള അല്ലെങ്കിൽ ഇതുപോലെ കടന്നു കയറിയിട്ടുള്ള ആൾക്കാരെ പുറത്താക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെ ഏറ്റവും കൂടുതലായിട്ട് അതിനകത്ത്, അതുപോലെ എന്റെ അതിർത്തി ഞാൻ സംരക്ഷിക്കും. അത് കൊളംബിയ അല്ലെങ്കിൽ അതിന് അതിർത്തികളുടെ കാര്യം അറിയാമല്ലോ. അപ്പം സംരക്ഷിക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്ന് ആദ്യമേ തന്നെ അതിന് വേണ്ട നടപടികൾ എടുത്തതിന്റെ കൂട്ടത്തിൽ എല്ലാ രാജ്യങ്ങളിലേക്കും തിരിച്ചയക്കുന്നു. ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇത് കടന്നുകയറ്റക്കാർ ഉള്ള ഒരു രാജ്യം അമേരിക്ക. 5.5 കോടിയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അവിടുന്ന് അദ്ദേഹം അതിന്റെ ഭാഗമായിട്ട് വിദേശികളെ അല്ലെങ്കിൽ അവിടെ കടന്നു കയറിയിരിക്കുന്ന ക്രിമിനൽസ് തന്നെ എന്ന് പറയാം, അവരെ തിരിച്ചയക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ 18,000 പേര് ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യ അന്നേരെ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തുള്ളവരെ നിങ്ങൾ ജയിലിടണ്ട, അല്ലെങ്കിൽ അവരെ ഞങ്ങൾ തിരിച്ചെടുക്കാൻ തയ്യാറാണ്. പക്ഷേ പിന്നെ ആ രാജ്യത്തു നിന്ന് ആ രാജ്യം കണ്ടെത്തുന്ന ക്രിമിനൽസിനെ എത്തരത്തിൽ വേറെ രാജ്യത്ത് എത്തിക്കണമെന്ന് തീരുമാനിക്കുന്ന അവരാ. അവർ ചാർട്ടർ ഫ്ലൈറ്റ് കൊണ്ടുവരത്തില്ല. അവർക്ക് ചെലവ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഒരുപക്ഷെ അവര് ഈ പറയുന്ന സൈനിക വിമാനത്തിലായിരിക്കും കൊണ്ടുവരുന്നത്. ഈ പറയുന്ന വളരെ റിസ്ക് എടുത്ത് നമ്മൾ ഇവിടുത്തെ പ്രതിപക്ഷം പറയുന്നത് പോലെ, പ്രതിപക്ഷം പറയുന്നത് പാവത്തിങ്ങളാണ്. പാവത്തിങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ മനുഷ്യക്കടത്തുകാരന് 1 കോടി രൂപ വരെ കൊടുത്തു പോകുന്നത്? അവൻ ഇവിടുന്ന് 1 കോടി രൂപ കൊടുക്കുമ്പോൾ അവനെ കൊണ്ടുപോകുന്നത് ഇതേ രീതിയിൽ നേരായ മാർഗത്തിൽ കൂടി അല്ലെന്ന് കണ്ട് ഈ പറയുന്ന പനാമ കനാൽ ഉൾപ്പെടെയുള്ള കനാലിൽ കൂടി ചെന്ന് ഈ വേറെ രാജ്യത്ത് കയറി നമ്മൾ ആ രാജ്യത്തിന്റെ കാടുകളിൽ കൂടി ഏതാണ്ട് 75 കിലോമീറ്റർ നടന്ന് ഒരതിർത്തിയിൽ നമ്മുടെ പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ നുഴഞ്ഞു കയറാൻ നിൽക്കുന്നതിന്റെ അതേ പ്രതിയിൽ നുഴഞ്ഞു കയറിയ ഒരു രാജ്യത്ത് യാതൊരു നിയമവും പാലിക്കാതെ, ആ രാജ്യത്ത് ഇങ്ങനെ ഒരാളുണ്ടെന്ന് നമ്മളുടെ രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കാതെ, ആ രാജ്യത്തിന് അറിയാതെ, ആ രാജ്യത്തിന്റെ യാതൊരു നിയമവും പാലിക്കാതെ ഒളിച്ചു കഴിയുന്നവർ. ഇങ്ങനെ ഒളിച്ചു കഴിയുന്നതിനാ, ഇങ്ങനെ ഒളിച്ചു കഴിയുന്നവർ എന്തും ചെയ്യാൻ തയ്യാറാകുമെന്നുള്ള കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കണ്ടേ? അല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് ഒരു രാജ്യത്ത് പോകുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഈ അടുത്ത ദിവസങ്ങളിൽ ട്രംപ് ഇത് ചെയ്യുന്നു, ഇലക്ഷൻ മുമ്പ് പ്രചരണം നടത്തുന്നു. ട്രംപ് ഇത് ചെയ്യുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ അമേരിക്ക നടന്നൊരു കാര്യം അറിയാൻ, അമേരിക്കൻ സിറ്റിസൺ, അദ്ദേഹം വളരെ കാലം മുമ്പേ അവിടെ കുടിയേറിയ ആളാണ്. ആ കുടിയേറിയ ആള് അവിടുത്തെ പട്ടാളത്തിൽ വർക്ക് ചെയ്തുള്ള ആള്. അപ്പം അയാൾ ഒരു ദേശസ്നേഹി ആയിരിക്കണമെന്നല്ലോ നമ്മൾ കരുതേണ്ടത്. ആ ആള് അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ന്യൂ ഇയർ ആഘോഷത്തിനകത്ത് വണ്ടി ഇടിച്ചു കയറ്റി കൊല്ലുന്നു, ആൾക്കാരെ കൊല്ലുന്നു, എന്നിട്ട് അയാൾ സ്വയം പോലീസിന് പിടിയപ്പെട്ടുന്നു. അതായത് അതേ രീതിയിൽ വളരെ തയ്യാറെടുപ്പോടുകൂടി കുടിയേറ്റം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് അവിടെ താമസിച്ച് ദീർഘനാളത്തെ അല്ലെ ക്ഷമയോടുകൂടി കാത്തിരുന്ന അവസരം ഉപയോഗിച്ച് ആ രാജ്യത്തില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ഒരുപക്ഷെ അമേരിക്ക ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഇവിടെ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് അമേരിക്കയാണ്. അമേരിക്ക എന്നുള്ള ക്രിമിനൽസിനെ അവിടുത്തെ കൈയും കാലും ബന്ധിക്കാതെ, അതായത് വിലങ്ങ് വെക്കാതെ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുവന്നാൽ അവർ ഏത് രീതിയിൽ ഫ്ലൈറ്റിനകത്ത് പ്രതികരിക്കണം എങ്ങനെ പറയാനൊക്കെ, അവർ ഏത് രീതിയിൽ പ്രതികരിക്കാനും തയ്യാറായിട്ടുള്ളവർ, മാനസികാവസ്ഥയിൽ ഉള്ളവരായിരിക്കുമോ എന്ന് സംശയം തോന്നുന്നതിന് കുറ്റമൊന്നുമില്ല. കാരണം അതേ മാനസികാവസ്ഥയിലും അതേ രീതിയിലുമാണല്ലോ ആ രാജ്യത്ത് കടന്നു കയറുന്നത്. മാത്രവുമല്ല, ആ രാജ്യത്തെ ഇതുപോലെ ഈ കടന്നുകയറ്റക്കാരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ആ രാജ്യമല്ലേ തീരുമാനിക്കേണ്ടത്. നമ്മളീ പറയുമ്പോൾ കൊളംബിയയിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ അവിടുന്ന് കടന്നു കയറിയവരെ കൊണ്ടുചെന്ന് ആ രാജ്യത്ത് വിടാൻ തുടങ്ങിയപ്പോൾ ആ രാജ്യത്ത് ഫ്ലൈറ്റ് ഇറക്കാൻ സമ്മതിച്ചില്ല.
ആ ഫ്ലൈറ്റ് ഇറക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരെ തിരിച്ചു കൊണ്ടുവന്ന് അമേരിക്കൻ ജയിലുകളിലാണ് ഇടുന്നത്. ആ സ്ഥാനത്താണ് ഇന്ത്യ പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് ഒരു കുടിയേറ്റക്കാരനെ വേറെ രാജ്യത്ത് ഇടാൻ സമ്മതിക്കത്തില്ല, അവർ ഇന്ത്യയിൽ തന്നെ തിരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. ഈ കൊണ്ടുവന്നിരിക്കുന്ന 100-ൽ പരം ആൾക്കാരെ നമ്മൾ വളരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ എത്തരത്തിലുള്ള ക്രിമിനൽസ് ആണെന്നുള്ളതിനെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം അമേരിക്കയിൽ തന്നെ പന്നുൻ ഇതുപോലെ കടന്നു കയറി അവിടുത്തെ അതെ. മെമ്പർഷിപ്പ് ഒക്കെ ആയിട്ട് അയാൾ ഇപ്പൊ ഇന്ത്യക്കെതിരെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇതുപോലെ സിഖ് ഫോർ ജസ്റ്റിസ്. ഖാലിസ്ഥാൻവാദികൾ നേരത്തെ ഇവിടുന്ന് സിഖ് ഫോർ ജസ്റ്റിസ് ഖാലിസ്ഥാൻവാദികൾ ക്യാനഡയിലുണ്ട്. അവിടുത്തെ പൗരത്വമൊക്കെ സ്വീകരിച്ചിട്ട് ഇന്ത്യ വിഭജിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഭാഗമാണോ ഈ പോയിട്ടുള്ളവരെ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളവരെ എന്നൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഈ പറയുന്ന പോലെ 2018 മുതൽ 5000 പേരെ തിരിച്ചു കൊണ്ടുവന്നു. അന്നീ കൊണ്ടുവന്നപ്പോഴൊന്നും ഇല്ലാത്ത കാര്യത്തിൽ ഇപ്പൊ വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മളീ പറയുമ്പോൾ നമ്മളിപ്പോ നമുക്ക് കുടിയേറ്റക്കാരുടെ വിഷയമാണല്ലോ. നമ്മൾ കുടിയേറ്റക്കാരെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശികളെയും അല്ലെങ്കിൽ മ്യാൻമർ മുസ്ലിങ്ങളെയും വളരെ കൃത്യമായിട്ട് കണ്ടെത്താൻ പോലീസിനെയും അല്ലെങ്കിൽ അതിന്റെ സംവിധാനത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ കുടിയേറ്റക്കാരെ വിലങ്ങ് വെച്ച് തിരിച്ചു കൊണ്ടുവന്നവർ ക്രിമിനൽസ് ആണെന്ന് അറിയാവുന്നതും അവിടുത്തെ നിയമം ഇതാണെന്നും ഈ രീതിയിലെ കൊണ്ടുവരത്തുള്ളൂ എന്നൊക്കെ അറിയാവുന്ന പ്രതിപക്ഷം ഇത്തരത്തിൽ ഒരു ഒച്ച വെക്കുന്നത് അല്ലെങ്കിൽ അലറിക്കരയുന്നത് നാളെ കാലത്ത് ഇവിടുത്തെ ബംഗ്ലാദേശികളെ നമ്മൾ ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഇപ്പം ഇതേ രീതിയിൽ കണ്ടെത്തി ബംഗ്ലാദേശികളെ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നു. അത് കുറേശ്ശെ ആണെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടു കേരളത്തിൽ, എനിക്ക് തോന്നുന്നു എറണാകുളത്താന്ന് തോന്നുന്നു, ഒരു കുടുംബം ഇവിടെ വന്നിട്ട് ബംഗ്ലാദേശി ഇവിടെ സ്ഥലം മേടിച്ച് താമസിക്കുക, വ്യാജരേഖ ഉണ്ടാക്കി. ഇതുപോലെ 2011 കണക്കനുസരിച്ച് 2 കോടി ആൾക്കാരും കൂടെ ഉണ്ട്. ഇപ്പൊ എത്ര ഉണ്ടെന്ന് നമുക്ക് ലീഗൽ കണക്കാ. ഇപ്പൊ എത്ര ഉണ്ടെന്ന് ലീഗലും ആയിട്ടുള്ള കണക്കനുസരിച്ച് എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ പെരുമ്പാവൂരും അല്ലെങ്കിൽ കേരളത്തിലെ ഈ ഭായിമാരുടെ ഒരു അവസ്ഥ. ഇവിടെ ബംഗ്ലാദേശ് കോളനി സ്ഥാപിക്കത്തക്കോണമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ബംഗ്ലാദേശികൾ ഇപ്പൊ നമ്മൾ ബംഗ്ലാദേശുമായിട്ട് പ്രശ്നം തുടങ്ങിയിട്ടും അല്ലെങ്കിൽ അവിടെ കലാപം തുടങ്ങി അവിടുത്തെ വിഷയം ഉരുത്തിരിഞ്ഞിട്ടും അധികം കാലമായില്ല. അതിനു മുമ്പ് ഈ ബംഗ്ലാദേശികൾക്ക് തിരിച്ചയക്കുന്ന കാര്യം വരുമ്പോൾ, ആ ചർച്ച വരുമ്പോൾ ഹസീന പറയുമായിരുന്നു സുഹൃത്തായ രാജ്യം കൊണ്ട് ഇപ്പോഴങ്ങോട്ട് തിരിച്ചയക്കരുത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം തരണം, ഇത്രയും പേരെ അങ്ങോട്ട് വിട്ടാൽ അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ആൾക്കാരെ കയറ്റി വിട്ടാൽ അവിടെ താങ്ങാനൊക്കാത്ത ഒരു അവസ്ഥയുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിന് അത്ര പ്രാപ്തിയുള്ള രാജ്യമല്ല. ഇത് കണ്ടുകൊണ്ട് നമ്മൾ എക്സ്ക്യൂസ് വെച്ചുകൊണ്ടിരുന്നു. മാത്രവുമല്ല നമ്മളുടെ രാജ്യത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ, വ്യക്തമായിട്ടങ്ങ് പറയാം, പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന അവിടെ ഏതാണ്ട് ഈ പറയുന്ന പോലെ വളരെ കൂടുതൽ ബോർഡർ ഉണ്ട് ബംഗ്ലാദേശുമായിട്ട്. അവിടുന്ന് ആൾക്കാരെ അങ്ങോട്ട് കയറ്റിവിടുകയാണ്. അവിടുന്ന് ആൾക്കാരെ കയറ്റിവിട്ടിട്ട് അവരെ വേണ്ട രേഖകളും മറ്റും കൊടുത്തിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന് വരെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്ത്യയിൽ ആരധികാരത്തിൽ വരണമെന്ന് ഇവിടുത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരെ കയറ്റി അവർക്ക് വോട്ടവകാശം കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിയൽ കാർഡ് കൊടുത്ത് അവർക്ക് വേണ്ട രേഖകൾ കൊടുത്ത് ഇന്ത്യയിൽ താമസിപ്പിച്ച് ഓരോ നിയോജക മണ്ഡലത്തിലും കൊണ്ടുപോയി വേണ്ട രീതിയിലുള്ള ജയിക്കാൻ വേണ്ടിയുള്ള വോട്ടിന്റെ ഭാഗമായിട്ട് ഇവരെ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഇവരെ പിടിക്കണമെന്ന് പറയുന്നതും ഇവരെ തിരിച്ചയക്കണമെന്ന് പറയുന്നതും അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് നിന്നും മറ്റു രാജ്യത്തിൽ കടന്നു കയറിയവരെ ഞങ്ങൾ ഏറ്റെടുത്തോണ്ടോ എന്ന് പറയുന്നതിനകത്ത് വലിയൊരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ ബംഗ്ലാദേശികൾ, നമ്മളിപ്പോ ബംഗ്ലാദേശിന്റെ സ്വരം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ബംഗ്ലാദേശിൽ കലാപത്തിന് ശേഷം അധികാരത്തിൽ വന്ന ആൾക്കാരുടെ സ്വരം എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെയുള്ള സ്വരമാണ്. ഈ സ്വരമുള്ള എത്ര പേര് ഇവിടെ കടന്നു കയറിയിട്ടുണ്ടെന്നതിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റത്തില്ല. സ്ലീപ്പർ സെല്ലുകൾ വളരെ കൂടുതലുണ്ടെന്ന് ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സ്ലീപ്പർ സെല്ലുകൾ എപ്പോഴാണ് പ്രവർത്തിക്കുന്നത്? ഏറ്റവും അവസാനത്തെ, അതായത് ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കലാപം ഉരുത്തിരിക്കുന്നതിന് വേണ്ടിയാണ് സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കേരളത്തിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തുടനീളം കണ്ടെത്തുന്നുണ്ട്. അപ്പം ആ സംസ്ഥാനത്തുടനീളം ഇത്തരം ആൾക്കാരെ പാർപ്പിക്കുന്നതിന് സഹായമാകുന്ന ആൾക്കാർ ഇന്ത്യയിലുണ്ട്. നമ്മളീ പറയുമ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി കരയുന്ന ആൾക്കാർക്ക് ഒരു അജണ്ടയുണ്ട്. ഇവിടെ ഒരു കലാപം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് ഇതുപോലെ വിദേശത്തു നിന്ന് വന്ന ആൾക്കാരെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ആ കലാപ സമയത്ത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി. അതിന് നമ്മൾ കണ്ട ചെറിയ ഉദാഹരണങ്ങളാണ്. സി എ സമരം വന്നപ്പോൾ ഡൽഹിയിൽ കലാപം നടത്തിയ ആരാ? ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് ഇതുപോലെ ഈ ചേരിയിൽ കിടന്നവരതിനകത്ത് വളരെ വലിയ പങ്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ കർഷക സമരം വന്നപ്പോൾ കർഷക സമരത്തിനകത്ത് ഈ പറയുന്ന കർഷക സമരം ഓപ്പറേറ്റ് ചെയ്ത ഖാലിസ്ഥാൻവാദികൾ ഇന്ത്യ വിഭജിക്കാൻ നിൽക്കുന്നവര്. അപ്പൊ അവരുടെ ഭാഗമായിട്ട് നമ്മുടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് പ്രതിപക്ഷം. അപ്പം ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഇനി എനിക്ക് അധികാരത്തിൽ വരാൻ പറ്റത്തില്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കി അട്ടിമറിച്ചെങ്കിലും അധികാരത്തിൽ വരണം,
അല്ലെങ്കിൽ അത്തരം ഒരു കലാപം ഉണ്ടാക്കി ഇന്ത്യയെ ശിഥിലപ്പെടുത്തുന്നതിന് വേണ്ടി വിദേശ ശക്തികളുടെ താല്പര്യം അല്ലെങ്കിൽ ചില രാജ്യങ്ങളുടെ താല്പര്യം, ആ താല്പര്യം നടപ്പാക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ചില അജണ്ടകൾ, ചില പ്രതിപക്ഷ സ്വരങ്ങൾ, അതൊക്കെയാണ് ഈ പറയുന്ന ചങ്ങലയിട്ടതിന്റെയും വിലങ്ങ് വെച്ചതിന്റെയും പറയുന്നത്. നാളെ കാലത്തെ ഇവിടുത്തെ ബംഗ്ലാദേശികളെ നമ്മൾ അറസ്റ്റ് ചെയ്യും, ബംഗ്ലാദേശികളെ ചിലപ്പോൾ വിലങ്ങ് വയ്ക്കും, അവരെ തിരിച്ചയക്കും. അപ്പോൾ ഇതേ കരച്ചിലുള്ളവർ വീണ്ടും കരയാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ പഠിക്കേണ്ടത് ഇത് മുന്നേ കൂട്ടിയുള്ള ഒരു ഏറാണ്. അതായത് നാളെ കാലത്തെ വളരെ കൃത്യമായിട്ട് നമ്മളിപ്പം നമ്മളുടെ ഭാഗമായിട്ടുള്ളവർ ഏതെങ്കിലും രാജ്യത്ത് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അവരെ എടുത്തോളാമെന്ന് പറയുമ്പോൾ ഈ ഇവിടുത്തെ അല്ലെങ്കിൽ ഇത് കടന്നുകയറ്റക്കാരെ തിരിച്ചയക്കുമ്പോൾ ഇവിടുത്തെ യൂറോപ്യൻ കൺട്രീസും അമേരിക്കയും ഐക്യരാഷ്ട്ര സംഘടനയും ഒക്കെ അഭിപ്രായം പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ അഭിപ്രായം ഇന്ത്യയുടെ ഭാഗം വരുമ്പോൾ പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ്, ഇന്ത്യയുടെ ഭാഗം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദിയും അല്ലെങ്കിൽ നമ്മുടെ ജയശങ്കറും ഒക്കെ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലുള്ളവരെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ കടന്നു കയറിയിട്ടുള്ളവരുണ്ടെങ്കിൽ, രേഖയില്ലാത്തവരുണ്ടെങ്കിൽ അവരെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യ തയ്യാറാണ്. ഇതേ അർത്ഥത്തിൽ ഇന്ത്യയിൽ കടന്നു കയറിയിട്ടുള്ളവരെ തിരിച്ചയക്കുന്നതിന് തുടങ്ങുമ്പോൾ വേറെ പല സമയങ്ങളിലും കരയുന്നത് പോലെ ഇന്ത്യക്കകത്ത് കരയുന്നു, ഇന്ത്യക്ക് വെളിയിൽ കരയുന്നു. ഇന്ത്യക്കകത്ത് കരയുന്നവർ ഇന്ത്യക്ക് വെളിയിൽ കരയുന്നവരുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഭാഗമാണെന്ന് കണ്ട് ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നവരുടെ ഭാഗമാണ്. ആ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നവരായിട്ട് നമ്മൾ കുറെ കാലം കൊണ്ട് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമാണ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് പല ഘട്ടങ്ങളിൽ കാര്യം പറയുമ്പോൾ, ഇവിടുത്തെ പല കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ, ഒരു പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പും ആയതിനു ശേഷവും അദ്ദേഹം വിദേശത്ത് പോയി സംസാരിക്കുന്നത്, അദ്ദേഹം പറയുന്ന കാര്യങ്ങള് എല്ലാം ഇന്ത്യയെ ശിഥിലപ്പെടുത്തുന്നതിന് വേണ്ടി, കലാപാഹ്വാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന രീതി നിങ്ങൾ കണ്ടു കാണും. കഴിഞ്ഞ ദിവസം ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഡൽഹി ഇലക്ഷന്റെ തലേന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസ്താവന, മഹാരാഷ്ട്രയില് ഈ പറയുന്ന പോലെ ജനസംഖ്യയ്ക്ക് അപ്പുറം വോട്ടുണ്ടായിരുന്നു, അവിടെ നടന്ന സുതാര്യമല്ലെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ കണ്ട പ്രസ്താവനയ്ക്കകത്ത് അദ്ദേഹം പറയുന്നത് യാതൊരു കംപ്ലൈന്റും ഇല്ല, ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷൻ ആണ് ഡൽഹിയിൽ നടന്നത്, അത് ഞാൻ അംഗീകരിക്കുന്നു പറയാം. ആദ്യമായിട്ട് അങ്ങനെ കാര്യങ്ങളാണ്. അപ്പം ഈ രീതിയിൽ ഈ രാജ്യത്ത് ഏറ്റവും സുതാര്യമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ പോലും ജനാധിപത്യ വിരുദ്ധമായിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ ഈ രാജ്യം ആരുടെയൊക്കെയോ ഇഷ്ടത്തിനൊത്ത് പോകുന്നു, യാതൊരു രീതിയിലുള്ള സ്വാതന്ത്ര്യമോ ജനാധിപത്യമോ ആ സംവിധാനങ്ങൾ ഒന്നുമില്ല എന്ന് പ്രചരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ആൾക്കാർക്കിടയിൽ എത്തിക്കുമ്പോൾ അതിന്റെ പുറകിലൊരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ശീലപ്പെടുത്താനുള്ള അജണ്ട, അല്ലെങ്കിൽ രാജ്യത്ത് കലാപം ഉണ്ടാക്കാനുള്ള അജണ്ട, ഈ രാജ്യത്തിന്റെ വളർച്ചയെ തടയുന്നതിന് വേണ്ടിയുള്ള അജണ്ട. ഈ അജണ്ട എന്ന് പറയുന്നത് വിദേശ അല്ലെങ്കിൽ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിന്റെ ഒക്കെ അജണ്ടയാണ്. അത്തരത്തിലുള്ള അജണ്ട പാസ്സാക്കാൻ നിൽക്കുന്നതിന്റെ ഭാഗമായി ഈ പപ്പുമോൻ അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഉറക്കെയുള്ള കരച്ചിൽ നാളെ നമ്മൾക്ക് കേൾക്കേണ്ടി വരും. വീണ്ടും വിലങ്ങി വെക്കേണ്ടവനെ വിലങ്ങി വെച്ച് പുറത്താക്കുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാവും. ഈ അമേരിക്കയിൽ നിന്ന് അമേരിക്കയിലുള്ള ക്രിമിനൽസിനെ വിലങ്ങ് വെക്കേണ്ടോ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇന്ത്യക്ക് അധികാരമില്ല. കാരണം അത്തരത്തിൽ അഭിപ്രായം പറയാൻ ഇന്ത്യൻ ഭരണാധികാരികൾ തയ്യാറാവത്തില്ല. കാരണം നാളെ കാലത്തെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അഭിപ്രായം പറയാൻ വരുന്നവന്റെ അടുത്ത് നമ്മളുടെ കാര്യം ചെയ്യാൻ നമ്മൾക്കറിയാമെന്ന് ഈ പറയുന്ന കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ സമയത്ത് ജർമ്മനിയോടും അമേരിക്കയോടും പറഞ്ഞ അതേ അർത്ഥത്തിൽ പറയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നിലപാടുകൾ എടുക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ പറയുന്ന ചങ്ങലയിട്ട് കൊണ്ടുവന്നെന്നും വിലങ്ങ് വെച്ച് കൊണ്ടുവന്നെന്നും ഇന്ത്യക്കാർക്ക് പരിഗണന കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ, ഈ ഇന്ത്യക്കാർക്ക് കിട്ടേണ്ട പരിഗണനയുടെ ഏറ്റവും അങ്ങേയറ്റം വരെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്ത്യ അറിയാതെ അമേരിക്ക അറിയാതെ നുഴഞ്ഞു കയറി ഏതർത്ഥത്തിൽ എന്തിനു പോയി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന പൗരന്മാരെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഇവിടെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നു. ഇവിടെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നമ്മൾ അവരെ പരിശോധിക്കുന്നു, ഇവരെന്തിനു വേണ്ടി ഇവിടെ പോയി, ഇവരെ ആര് കൊണ്ടുപോയി, ഇവരെ കൊണ്ടുപോകുന്നതിന്റെ ഭാഗം എന്തായിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് അവിടെ പോകുന്നതിന് വേണ്ടി 50 ലക്ഷവും 1 കോടിയും ഒക്കെ ചെലവാക്കുന്നതിന്റെ മോട്ടീവ് എന്തായിരുന്നു എന്നതിനെ പറ്റിയൊക്കെയുള്ളതാണ്. ഏതായാലും ഇത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പറച്ചിലാണ് പ്രതിപക്ഷം പറയുന്നത്. നാളത്തെ കാലത്തെ പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശികളെ പുറത്താക്കുമ്പോഴും കേരളത്തിൽ നിന്ന് പുറത്താക്കുമ്പോഴും അല്ലെങ്കിൽ സംസ്ഥാനത്തുടനീളം നടക്കുന്ന ബംഗ്ലാദേശിലെ കണ്ടെത്താനുള്ള ഡ്രൈവുകളുടെ ഒരു പരിസമാപ്തിയിൽ അവരെ പുറത്താക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഒരു സമരവും ഒരു കോലാഹലവും ഒക്കെ ഒപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് വളരെ സൂക്ഷ്മതയോടുകൂടി വീക്ഷിക്കണമെന്ന് പറയുന്നത്. അതെ, എന്തായാലും ഈ അന്താരാഷ്ട്ര കുറ്റവാളികൾ, അതായത് ഒരു രാജ്യത്തിൻ്റെ നിയമം തെറ്റിച്ചുകൊണ്ട് ആര് പോയി കഴിഞ്ഞാലും അവർക്ക് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കിട്ടുക. കുറ്റവാളികൾക്ക് ആ രീതിയിൽ മാത്രമേ അവരെ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ.
കേവലം രാജ്യത്തെ ഭരണാധികാരികളോട് രാഷ്ട്രീയ പാർട്ടികളോടുമുള്ള വിരോധം വെച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ജോലിയാണ് ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ ചില സുഡാപ്പി മാധ്യമങ്ങളും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് ഈ ചർച്ചയിലൂടെ മനസ്സിലാവുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ.